ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് ഫാക്ടറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ ചോക്ലേറ്റ് ഫാക്ടറികളൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണണ്ടേ. അപ്പോൾ നമുക്ക് പോകാം. അവിടെ എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ, അവരെങ്ങനെയാണ് അത് ഉണ്ടാക്കണം. അപ്പോൾ എനിക്ക് കൂടുതലൊന്നും ഡീറ്റെയിൽ അറിയില്ല കേട്ടോ. ഞാനും ഈ പറഞ്ഞ പോലെ ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ടാണ് പോണത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഒരുമിച്ച് കാണാം. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, വേഗം തന്നെ പോകാം. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 3 മണിക്കൂറോളം ഉണ്ട് കേട്ടോ യാത്ര. അപ്പോൾ നമ്മൾ പതിവ് പോലെ തന്നെ ഉൾവഴികളിലൂടെയൊക്കെയാണ് പോണത്. അപ്പോൾ അതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കങ്ങനെ പോവാട്ടോ. അപ്പോൾ അതേ എല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഹെർഷീസ് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ്. അപ്പോൾ ഇതുള്ളത് പെൻസിൽവാലയിലാണ് കേട്ടോ. പെൻസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോസൊക്കെ നമ്മൾ ആ സ്ഥലത്തെ കാഴ്ചകളാണ് കേട്ടോ ഇട്ടേക്കണത്. അതായത് നമ്മൾ എന്തൊക്കെയാണ് കണ്ടതെന്ന് നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ? നമ്മൾ ആദ്യം തന്നെ അവിടുത്തെ പച്ചപ്പും ഹരിതാപവും ഒക്കെയാണ് കണ്ടത്. പിന്നെ ഡെൽവെയർ വാട്ടർ ക്യാപ്പ് കണ്ടു, പിന്നെ ഫിലഡൽഫിയ കണ്ടു. അങ്ങനെ നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെട്ടല്ലേ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ്. ഒന്നിനൊന്ന് വെച്ചോണ്ടോ ഓരോ വീഡിയോസും. അതായത് ആ കാഴ്ചകളാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. വീഡിയോസ് നല്ലതാണോ ഉള്ളൂ എന്നുള്ളത് നിങ്ങളാണ് നിശ്ചയിക്കേണ്ടത്. അപ്പോൾ വളരെ എന്താ പറയുക, കാഴ്ചകളുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ പെൻസിൽ. അപ്പോൾ അവിടെ അങ്ങോട്ട് തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നതും. അപ്പോൾ ഇന്നിപ്പോൾ പോകുന്ന ചോക്ലേറ്റ് ഫാക്ടറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. എത്ര പറഞ്ഞാലും തീരൂല. എന്താ പറയുക, നമ്മുടെ ലോകത്തിലെ തന്നെ ചോക്ലേറ്റ് കമ്പനികളിൽ വെച്ച് നമ്പർ 1 ചോക്ലേറ്റ് ആണ് കേട്ടോ ഈ ഹെർഷി എന്ന് പറയുന്നത്. ഒരുപാട് ചോക്ലേറ്റുകളൊക്കെ ഉണ്ട് ഹെർഷീസ് വെച്ചിട്ട്. അതായത് റീസസ്, കിസ്സസ്, ജോളി റാഞ്ചർ, കിറ്റ്കാറ്റ്, ഇതൊക്കെ ഹെർഷീസിൽ പെടുന്നതാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ഇത് ടിക്കറ്റൊക്കെ എടുത്താണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറണത്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക ഓരോ പാക്കേജാണ്, അതനുസരിച്ച് വേണം നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട്. ഇതിൻ്റെ അകത്ത് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 1 ഡേ ട്രിപ്പിനുള്ള വക തന്നെ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. ഈ ചോക്ലേറ്റിൻ്റെ ഇത് മാത്രമല്ല, ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കും ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് കാണാനായിട്ട് ഒരു ദിവസമൊന്നും തികയില്ല. കൂടുതലും കുട്ടികൾക്കാണ് കേട്ടോ എൻജോയ് ചെയ്യാൻ പറ്റുക. അതായത് കൂടുതലും സ്കൂളുകളിൽ നിന്നൊക്കെ ഈ ടൂറ് പോണത് ഈ സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചോക്ലേറ്റ് ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഉള്ളിൽ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് വെച്ചാൽ, ചോക്ലേറ്റ് ഉണ്ടാകണം എങ്ങനെയെന്നുള്ളത് നമ്മളെ കാണിച്ചു തരും. അതൊരു എന്താ പറയുക, ഒരു ടൂർ റൈഡ് പോലെ അവർ നമ്മളങ്ങനെ വളരെ രസകരമായ രീതിയിലാണ് കേട്ടോ നമ്മളത് കാണിച്ചു തരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള ഒരു അവസരം നമുക്ക് തരും. അതൊക്കെ ടിക്കറ്റ് കൊടുക്കണം കേട്ടോ സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കണം എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ കൈകൊണ്ടൊന്നും അല്ല കേട്ടോ ഉണ്ടാക്കണത്. അതൊക്കെ ഇങ്ങനെ മെഷീനിൽ നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്തല്ല സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതനുസരിച്ച് ഇങ്ങനെ ആ ചോക്ലേറ്റ് ഉണ്ടാക്കും. അത് നമ്മുടെ മുമ്പിൽ തന്നെയാണ് കേട്ടോ ഇങ്ങനെ ചോക്ലേറ്റ് ഇങ്ങനെ മെഷീനിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ ചോക്ലേറ്റ് ഉണ്ടാക്കി ലാസ്റ്റ് ബാറായി വന്നതിന് ശേഷം അതിൽ ഇങ്ങനെ പാക്ക് ഇടണത് നമുക്ക് നമ്മുടെ പേര് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ചില ഇതൊക്കെ ഉണ്ട്. അതായത് ഹെർഷിയുടെ സ്ഥാനത്ത് നമ്മുടെ പേര് ഇട്ടിട്ട് നമുക്ക് ആ ചോക്ലേറ്റിൻ്റെ കവറ് റെഡിയാക്കി എടുക്കാം. പിന്നെ ആ കവറിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്താ പറയുക ഓരോ ഡിസൈനൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യാം. അതാണ് അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് തരുന്നത്. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യാനുള്ളൊരു എക്സ്പീരിയൻസ്. അതായത് എങ്ങനെയാണ് ചോക്ലേറ്റ് നമ്മൾ ടേസ്റ്റ് ചെയ്യണതെന്ന്. നമ്മളിപ്പോൾ സാധാരണ ചോക്ലേറ്റ് കിട്ടിയാൽ നമ്മൾ വേഗം കടിച്ചങ്ങോട്ട് തിന്നുമല്ലേ. ചിലപ്പോൾ അലിഞ്ഞു പോണ ചോക്ലേറ്റ് ആയിരിക്കും, ചിലപ്പോൾ കടിച്ച് തിന്നണ മോഡലായിരിക്കും, അങ്ങനെയൊക്കെയല്ലേ. പക്ഷെ അതിന് തിന്നേണ്ട ഓരോ രീതി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവരിങ്ങനെ പറഞ്ഞു തരും. അപ്പോൾ അത് നമുക്കിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും ഒരു ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ ഒരു 4D സിനിമ എന്നും പറഞ്ഞ ഒരിതുണ്ട്. അതും ഒക്കെ ഓരോന്നിനും അതിൻ്റേതായ ഓരോ ടിക്കറ്റ് എടുത്തിട്ട് വേണേ നമ്മൾ കയറാൻ. പിന്നെ അതുപോലെ തന്നെ ഒരു ബസ് ടൂർ ഉണ്ട്. അങ്ങനെ ഒരുപാട് രീതിയിൽ അവർ ഇങ്ങനെ നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ ആ സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. ആ നേരെ കാണാണ്ടോ, അത് ഈ ഹെർഷിയുടെ ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ഭാഗമാണ് കേട്ടോ.
ആ കാണുന്നത്. നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇത് വലിയൊരു എന്താ പറയുക ഒരു ലോകം തന്നെയാണ് ഇത്. നമുക്കങ്ങനെ പറഞ്ഞ് ഇതാക്കാൻ പറ്റില്ല. അങ്ങനെ ദേ നമ്മൾ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കാണ് ഈ ഭാഗത്തേക്കൊക്കെ വന്നപ്പോൾ. പിന്നെ പാർക്കിങ്ങിന് നമ്മൾ 3 മണിക്കൂർ നേരത്തേക്കാണെങ്കിൽ ഫീ ഒന്നും കൊടുക്കണ്ട കേട്ടോ. അതിന് ശേഷം നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്യണതിന് ഫീ ഒക്കെ കൊടുക്കണം. അപ്പോൾ ദേ നമ്മൾ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. Are you going to the amusement park or Chocolate World? Chocolate World. Alright, first 3 hours is free, after that it'll be $60. Yeah. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു, അങ്ങോട്ട് നടക്കുക കേട്ടോ. ഇത് ചോക്ലേറ്റ് വേൾഡ് ആണ്. ഞാൻ നേരത്തെ ഫാക്ടറി എന്നാട്ടോ പറഞ്ഞത്, അത് മാറിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഹെർഷീസ് ചോക്ലേറ്റ് വേൾഡ് എന്നാണ് ഇതിന് പറയണത്. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ നമുക്കിങ്ങനെ ഒരുപാട് ആളുകളെയൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതേ ഈ കാണുന്നതാണ് കേട്ടോ ഈ പറഞ്ഞ സംഗതി, നമ്മുടെ ചോക്ലേറ്റ് വേൾഡ്. നല്ല രസമുണ്ടല്ലോ, ഇങ്ങനെ ആ ഒരു ചോക്ലേറ്റിൻ്റെ കളറിലാണ് അവരിങ്ങനെ പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് ഇങ്ങനെ വച്ചേക്കണത്. ദേ ഇത് കണ്ടില്ലേ. അപ്പോൾ നമുക്കിനി അതിൻ്റെ അകത്തേക്ക് കയറാം കേട്ടോ. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ അതേ ഒരു ബസ് കിടക്കണുണ്ട് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ അതിലാണ് നമ്മളിനി റൈഡൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ വഴിയെ ഓരോന്നായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഈ ഹെർഷീസ് എന്ന് പറയണ ഒരു ആൾ തുടങ്ങിയിട്ടുള്ള ഒരു ചോക്ലേറ്റ് വേൾഡാണ് കേട്ടോ ഇത്, ചോക്ലേറ്റ് ഫാക്ടറി. അപ്പോൾ ആ ആളുടെ പേര് തന്നെയാണ് ആ സ്ഥലത്തിനൊക്കെ ഇട്ടേക്കണത്. അപ്പോൾ ഈ സ്ഥലത്തിന് വന്നു കഴിഞ്ഞാൽ ഹെർഷീസ് തന്നെയാണ് ആ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് നോക്കിക്കണ്ട് ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ കുഞ്ഞു ഫുഡ് കോർട്ടുകളൊക്കെയാണ്. അതായത് കൂടുതലും ബർഗർ ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ചെയർ ടേബിൾ അതൊക്കെയാണ് ആ കാണുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് കയറാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കണ്ടായിരുന്നു കേട്ടോ കുറേ ആളുകൾ. അപ്പോൾ നമ്മളും ഇപ്പോൾ എടുത്തൊന്നുമില്ല, ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ കയറി വന്നതിന് ശേഷം എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ ധൃതി പിടിച്ച് പോകുക കേട്ടോ. കാരണം വെച്ചാൽ ഓരോ റൈഡിനും ഓരോ ടൈമാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ സ്പീഡിൽ അകത്തേക്ക് കയറുക കേട്ടോ. അപ്പോൾ അതേ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കണ്ടില്ലേ, ഒരു വല്ലാത്തൊരു ലോകം തന്നെയാണ് കേട്ടോ. ഫുൾ ചോക്ലേറ്റുമായാണ് ഇത് കണ്ടില്ലേ. ഇതിൻ്റെ അകത്തേക്കുള്ള മാപ്പാണ് കൊടുത്തേക്കണത്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ പല ടൈപ്പ് കാർട്ടൂണുകൾ പോലത്തെ രൂപങ്ങളൊക്കെ ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ വരച്ച് വെച്ചേക്കണ്. പിന്നെ അതുപോലെ ഫോട്ടോ എടുക്കാനുള്ള ഓരോ സ്പോട്ടുകൾ അവിടെ ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഗതികളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോന്ന് എടുത്തെടുത്തൊക്കെ പറയാമെന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത്. പിന്നെ ഒരു ഭാഗത്തായിട്ട് ടിക്കറ്റിൻ്റെ കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം അങ്ങോട്ടാണ് കേട്ടോ പോയത്. കാരണം നമ്മൾ മെയിനായിട്ട് ബസ് റൈഡാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ സമയം ആകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെന്നാലും ഇനിയിപ്പോൾ നേരം വഴുകാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ വേഗം വായ പിടിച്ച് അകത്തേക്ക് വന്നത്. അപ്പോൾ ഇത് ഇവിടെയാണ് കേട്ടോ ടിക്കറ്റ് എടുക്കുന്നത്. നമ്മൾ പിന്നെ ഓൺലൈനായിട്ടൊക്കെ ബുക്ക് ചെയ്തുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പിന്നെ അതൊക്കെ കൺഫേം ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകാൻ പോകുന്നത് ചോക്ലേറ്റ് ടൂർ റൈഡിനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ എങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കണേ എന്ന് അവർ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അതിനാണ് നമ്മളിപ്പോൾ ആദ്യം തന്നെ പോകാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഫ്രണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഇങ്ങനെ ഒരുപാട് ഇത് കണ്ടില്ലേ, ചോക്ലേറ്റുകളൊക്കെ ഇങ്ങനെ പല ഭംഗിയിലായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചേക്കണം നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ പിള്ളേരെയും കൊണ്ടൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും കേട്ടോ. അതായത് ഫുള്ള് ചോക്ലേറ്റുകളാണ്, പല വലിപ്പത്തിലും ഒരുപാട് ഇങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. അത് പിള്ളേർ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കായാലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൊതിയാവും കേട്ടോ. അത്രക്ക് രസമാണ് ഇതൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചാണ് കണ്ടു കഴിഞ്ഞാൽ എല്ലാം എടുക്കാൻ തോന്നും കേട്ടോ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, അവരുടെ കുറേ ടീഷർട്ടുകളൊക്കെ നമുക്ക് അതിൻ്റെ ഇടയിൽ കാണാൻ സാധിക്കും. ഇത് കണ്ടില്ല, ഇതൊക്കെ ടീഷർട്ടുകളാണ് കേട്ടോ, പല കളറിലായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഈ എന്താ പറയുക, നല്ല ഈ ക്യൂട്ടായിട്ടുള്ള കുറേ ഷോ പീസുകളൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കാണാൻ സാധിക്കും. പിന്നെ സുവനീറുകൾ അതൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിലായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി വേണം നമുക്ക് ആ ഒരു ട്രോളി ടൂറില്ലേ റൈഡ്, അതിൻ്റെ ആ ഭാഗത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ അതേ ആ നേരെ തന്നെ കാണാനാണ് ഹെർഷി എന്ന് പറയുന്ന ആളുടെ ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ ഒരു ഇങ്ങനെ ഇതിൽ മതിലയിൽ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മളങ്ങനെ ലൈനായിട്ട് അകത്തേക്ക് പോവുക കേട്ടോ. അപ്പോൾ ഈ റൈഡിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കൂടുതലും കുട്ടികളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇവിടെ വന്നേക്കണത്. കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ സാധിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതലും കുട്ടികളെയൊക്കെ കാണാൻ സാധിക്കും. ഫാമിലീസാണ് മിക്കതും അവിടെ വന്നേക്കണേ കേട്ടോ.
അപ്പോൾ നമ്മളിങ്ങനെ നടക്കുക കേട്ടോ. കുറേ ഉണ്ട് അതിൻ്റെ അകത്തേക്ക് നടക്കാനായിട്ട്. ഇങ്ങനെ നല്ല ക്യൂ ആണ്. അങ്ങനെ ആരും തിക്കി ഞെരിക്കൊന്നും പോകണമെന്നില്ല കേട്ടോ. നല്ല ക്യൂ ആയിട്ട് നിന്നിട്ടാണ് നല്ല ഒതുക്കത്തോടു കൂടിയാണ് കേട്ടോ എല്ലാവരും അകത്തേക്ക് പോണത്. അപ്പോൾ അതേ നമ്മളും അങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ഓരോരോ എന്താ പറയുക ഈ ചോക്ലേറ്റുകളെ കുറിച്ചുള്ള ഫോട്ടോസുകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. അവരിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചേക്കണതും അങ്ങനെ ഓരോ ഫോട്ടോസുകളും പിന്നെ ഇവിടുത്തെ ഓരോരോ റൈഡ് കാര്യങ്ങൾ ഇവിടുത്തെ ഓരോ ഇതൊക്കെ ഇങ്ങനെ പോണ വഴിയിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ താഴെയാണ് കേട്ടോ ആ നേരത്തെ ഞാൻ കാണിച്ച ഷോപ്പൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് മുകളിൽ നിന്ന് കാണാൻ സാധിക്കും കേട്ടോ. ഒരുപാടുണ്ട് കേട്ടോ ഏരിയാസ്. ഞാനിത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കൊതി വരും. അതുമാതിരത്തെ രീതിയിലാണ് അവരത് ഓരോന്ന് അറേഞ്ച് ചെയ്ത് വെച്ചേക്കണേ കേട്ടോ. അപ്പം നമുക്ക് ആകെ എവിടെ ഫോട്ടോ എടുക്കണമെന്നുള്ളൊരു ഒരു കൺഫ്യൂഷനാണ് കേട്ടോ. ഫോട്ടോ അല്ല വീഡിയോ. കാരണം വെച്ചാൽ അത്രയ്ക്ക് മനോഹരമാണ്. അപ്പോൾ ഇതേ പോകുന്ന വഴിയിലൊക്കെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇവരുടെ ഓരോ ചരിത്രങ്ങളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചേക്കണത്. ഈ ഫാക്ടറി തുടങ്ങിയതും അതിൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ വായിച്ച് പതുക്കെ പതുക്കെ പോകാൻ നിന്നാൽ അടുത്ത കാലത്തൊന്നും പോക്ക് നടക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിങ്ങനെ ഓടിച്ചിട്ട് ജസ്റ്റ് ഞാനിതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ ഇത് കാണാനായിട്ട്. നല്ല തിരക്ക് തന്നെയായിരുന്നു ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു. ഈ ഭാഗത്ത് തന്നെയല്ല കേട്ടോ, എല്ലാ സ്ഥലങ്ങളിലും നല്ല തിരക്ക് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മളിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേ നമ്മളങ്ങനെ ലാസ്റ്റ് ആ ക്യൂവിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താണ് ഇത്ര ക്യൂ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പോകുന്ന ട്രോളിയിൽ 4 പേര് 3 പേര് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവർ പോയി കറങ്ങി വന്നതിന് ശേഷമാണ് അടുത്ത ആളുകളെ കയറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഈ ഭാഗത്ത് വരുമ്പോൾ ഇങ്ങനെ ഇത്ര ക്യൂ ആയിട്ട് ഇങ്ങനെ നിൽക്കണത്. അപ്പോൾ എല്ലാവരും വളരെ ക്ഷമയോടുകൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഞങ്ങളും വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പോൾ കാര്യം നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ എങ്ങനെയാണ് എന്താണെന്നൊന്നും നമ്മൾക്ക് അറിയില്ലല്ലോ. ഇത് വളരെ എന്താ പറയുക ഫേമസ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് വേൾഡ് തന്നെയാണ് കേട്ടോ ഇത്. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എല്ലാം ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ കുറച്ചൊക്കെ ഞാൻ പറഞ്ഞെന്നാണ് എൻ്റെ ഒരു വിചാരം. ഇനിയുള്ളതും നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ അതേ ഞാനിങ്ങനെ നിൽക്കണ കൂട്ടത്തിൽ അവിടെ ഇങ്ങനെ ഒരു കുട്ടീനെ കണ്ടായിരുന്നേ. അതിനെങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. അതെന്നെ കണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കണ കണ്ടിട്ടേ അതിങ്ങനെ വളരെ ആകാംക്ഷയോടുകൂടി ഇങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നേ അതിനെ കാണാൻ. ഭയങ്കര ക്യൂട്ടായിട്ടൊരു കുട്ടി ഇത് കണ്ടില്ലേ. അതിങ്ങനെ കുറേ നേരമായി എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. തിരിഞ്ഞ് നോക്കുക, ചിരിക്കുക, ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടത്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം ഈ ക്യൂവിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. അങ്ങനെ ഇതേ നമ്മളങ്ങനെ ലാസ്റ്റ് ഇതേ ആ ട്രോളി റൈഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ട്രോളി. ഇതിൽ കയറിയിട്ട് വേണം കേട്ടോ നമ്മൾക്ക് ഇങ്ങനെ അതിൻ്റെ അകത്ത് ചുറ്റിക്കറങ്ങാനായിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള പേര് അത്രയും കയറാം കേട്ടോ. ഒറ്റയ്ക്ക് കയറാം, 2 പേര് കയറാം, ഫാമിലി ആയിട്ട് കയറാം. നമ്മൾ എത്ര പേരാണോ അത്ര പേര് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറണം കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ 4 പേരും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ള എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണേ. Hey everyone, welcome aboard the Hershey's Chocolate Factory Tour. For your safety, please. അതേ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് കേട്ടില്ലേ. അപ്പോൾ അതുമാതിരി നമുക്കിങ്ങനെ പറഞ്ഞു തരും കേട്ടോ ഓരോന്ന്. അപ്പോൾ അതേ ആദ്യം തന്നെ അതേ ഇത് കണ്ടില്ലേ പശുവിൻ്റെ ഒരു ഇതൊക്കെ കണ്ട. അപ്പോൾ ഈ പശുവിൽ നിന്നുള്ള പാൽ വെച്ചിട്ടാണ് ഇവർ ഈ ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കണം. അതൊക്കെയാണ് അവരിങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പശുവിൻ്റെ ഇങ്ങനെ ഡമ്മി പോലെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണേ കേട്ടോ. അതൊക്കെ ഇങ്ങനെ പശു ഇങ്ങനെ കരയണത് പോലെയും ഇങ്ങനെ അതിൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കേൾപ്പിക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അതുകൂടാതെ നമ്മളിപ്പോൾ ഇരിക്കുന്ന ട്രോളിയുടെ അകത്ത് തന്നെ ഒരു സ്ക്രീൻ ഉണ്ട്. അതിൻ്റെ അകത്തും അവരിങ്ങനെ കാണിക്കും. അതായത് ഇവർ എവിടെ നിന്നൊക്കെയാണോ ഇത് കൊണ്ടുവരുന്ന ആ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ടൊക്കെ അതിൻ്റെ ഉള്ളിലും ഇങ്ങനെ ശരിക്കും ഇങ്ങനെ കാണിക്കും കേട്ടോ. പിന്നെ ഇനി കാണിക്കണം എന്താണെന്ന് വെച്ചാൽ ഈ എന്താ പറയുക ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഓരോ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ കാണിക്കണത്. പിന്നെ അതുപോലെ ഇവരെവിടെ നിന്ന് കൊണ്ടുവരുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ശ്രദ്ധയോടെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പഠിക്കാം കേട്ടോ. അതേ രീതിയിലാണ് അവർ ഓരോന്നും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിലിങ്ങനെ ഓരോന്നിങ്ങനെ കാണിച്ച് തരും. അവർ പറയണ അനുസരിച്ച് അതിലിങ്ങനെ ഓരോന്നിങ്ങനെ ഉണ്ടാക്കണത് ഇങ്ങനെ കാണാൻ കേട്ടോ.
അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഡമ്മി ആണോ അതോ ഇത് ഒറിജിനലാണോ എന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഡമ്മി ആണെന്നാണ് തോന്നണത്, പക്ഷേ എങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒറിജിനൽ പോലെ തോന്നും കേട്ടോ. അത്രക്ക് ഇത് പെർഫെക്റ്റോട് കൂടിയാണ് അവരത് ഓരോന്ന് അറേഞ്ച് ചെയ്തേക്കണത്. ഈ ചോക്ലേറ്റുകളൊക്കെ വീഴണ ചില സെക്ഷനൊക്കെ ഉണ്ട്, ആ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ശരിക്കും ഒറിജിനലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അതങ്ങോട്ട് കോരി കഴിക്കാൻ വരെ നമുക്ക് തോന്നിപ്പോവും. അതേ രീതിയിലാണ് അവരത് അറേഞ്ച് ചെയ്തേക്കണേ കേട്ടോ. അപ്പോൾ അതേ ഇടയ്ക്കിടയ്ക്ക് ഇതുമാതിരത്തെ ഓരോ ഗുഹയുടെ ഉള്ളിൽ കൂടെയൊക്കെ നമ്മളിങ്ങനെ പോവുകയും നല്ല കളറൊക്കെ ഉള്ളത് നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫുൾ ഇരുട്ടായിരുന്നു കേട്ടോ. ക്യാമറയിൽ അതുകൊണ്ടാണ് ശരിക്കും അങ്ങോട്ട് ക്ലിയർ അല്ലാത്തത്. അത് അതേമാതിരിയാണ് അവർ ആ ലൈറ്റിങ് അവർ അറേഞ്ച് ചെയ്തേക്കണത്. പിന്നെ ഓരോ സെക്ഷൻ വരുമ്പോൾ അവരിങ്ങനെ ലൈറ്റ് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഓരോ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കണ പോലെയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇതേ കണ്ടേ. ആ ചോക്ലേറ്റ് അത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒറിജിനലായിട്ട് നമുക്ക് തോന്നും കേട്ടോ. ഇങ്ങനെ വാരി കഴിക്കാൻ തോന്നേ, അതുമാതിരിയാണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കണത്. പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ അത് അത്ര ഡമ്മി ആയിട്ടാണ് തോന്നുള്ളൂ. പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ശരിക്കും ഇത് ഒറിജിനലായിട്ട് തന്നെ തോന്നും കേട്ടോ. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. അത്രക്ക് നമുക്ക് കൊതി വരും അതിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും. ലാസ്റ്റ് ആ ചോക്ലേറ്റിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൻ്റെ അവിടെയൊക്കെ വരുമ്പോൾ ശരിക്കും ആ ചോക്ലേറ്റിൻ്റെ സ്മെല്ലൊക്കെ അങ്ങോട്ട് അടിക്കും കേട്ടോ. ശരിക്കും നല്ല എന്താ പറയുക, നമുക്ക് കൊതി വരും. എത്ര ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പോലും നമുക്ക് ആ ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കും ശരിക്കും കൊതിയാവുന്ന രീതിയിലുള്ളൊരു സ്മെല്ലാണ്. നല്ല മണമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ ചോക്ലേറ്റ്. അപ്പോൾ എന്താ പറയുക, ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തവർ കുറവാണ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതേ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഓരോന്നും ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ ഇങ്ങനെ സിറപ്പുകൾ, ചോക്ലേറ്റ് പല ഐറ്റംസുകൾ ഇവർ ഉണ്ടാക്കും ഇത് വെച്ചിട്ട്. അതൊക്കെയാണ് കേട്ടോ ഇങ്ങനെ കാണിക്കണത്. എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. അവരുടെ അവതരണം നമ്മളെ ശരിക്കും പറഞ്ഞാൽ ബോറടിപ്പിക്കില്ല കേട്ടോ. ശരിക്കും ഒരു അരമണിക്കൂറാണ് ശരിക്കും ഈ ഒരു റൈഡ് ഇങ്ങനെ ചുറ്റിക്കറക്കി അവരതെങ്ങനെയാണ് ഉണ്ടാക്കണതിൻ്റെ ഓരോ പ്രോസസ്സിങ് അവർ വളരെ വ്യക്തമായിട്ട് നമുക്കിങ്ങനെ പറഞ്ഞു തരും. അതൊരിക്കലും നമുക്ക് ബോറടിക്കില്ല കേട്ടോ. വളരെ രസകരമായ രീതിയിലാണ് അവരത് കാണിച്ചേക്കണത്. പിന്നെ കൂടുതലും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ പോലെ ഇങ്ങനെ സംസാരിക്കണ രീതിയിലൊക്കെ അവരിങ്ങനെ കാണിച്ചു വെച്ചേക്കണേ കേട്ടോ. പിന്നെ ഓരോ ഭാഗത്തേക്കൊക്കെ എത്തുമ്പോൾ നമുക്കിപ്പോൾ എന്താണെന്നൊന്നും എനിക്കൊരു പിടി കിട്ടണമെന്നില്ല കേട്ടോ. ഭയങ്കര ഒരു ഇതാണ്, എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കിത് എത്രമാത്രം എൻജോയ് ചെയ്യാൻ പറ്റണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതൊക്കെ എന്തായാലും നേരിട്ട് കാണുമ്പോൾ വളരെ രസകരമായിരുന്നു കേട്ടോ. എന്തായാലും ഇതൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചതിലും ആസ്വദിക്കാൻ സാധിച്ചതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിച്ചതിലും സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇതൊക്കെ കണ്ടില്ലേ, ചോക്ലേറ്റ് മിക്സ് ചെയ്യണത് കണ്ട. ഇത് ശരിക്കും പറഞ്ഞാൽ ഒറിജിനലായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കിടന്നിങ്ങനെ ഇതാവണത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പക്ഷെ അത് ഡമ്മി ആവാനാണ് സാധ്യത. പക്ഷെ അത് ശരിക്കും ഒറിജിനാലിറ്റി പോലെ നമുക്ക് തോന്നും കേട്ടോ. അതിൻ്റെ അകത്ത് ചെന്നിട്ട് അതൊക്കെ ഇങ്ങനെ കോരിയെടുക്കാനൊക്കെ തോന്നും. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാനൊന്നും പറ്റില്ലല്ലോ, നമ്മളിങ്ങനെ ട്രോളിയിലല്ലേ പോകുന്നത്. Tempered milk chocolate, heating and cooling it to just the right texture and consistency. During tempering, we can mix in other ingredients such as roasted California almonds. Next, we pour the milk chocolate into molds and send them on a bumpy conveyor ride. ഇനിയിപ്പോൾ എല്ലാ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് കണ്ടില്ലേ, എല്ലാം പാക്കഡ് ആയിട്ട് ഇങ്ങനെ വരുന്ന ഇതൊക്കെയാണ് കാണിക്കണത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അത് വാരിയെടുക്കാൻ തോന്നും കേട്ടോ. കാരണം ഒരുപാട് ചോക്ലേറ്റുകളുണ്ട്, പല മോഡലിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണതൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. ഇത് കണ്ടില്ലേ, പാക്കറ്റുകളൊക്കെ ഉണ്ടാക്കി വരുന്നത്. ചിലത് സിറപ്പുകളൊക്കെയാണ് കേട്ടോ. ഇത് ചോക്ലേറ്റ് സിറപ്പാണ് ഈ കുപ്പിയിലായിട്ട് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ കിസ്സസ് ഉണ്ട്, കിറ്റ്കാറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഏത് സൈഡിലാണ് വീഡിയോ എടുക്കേണ്ടതെന്ന് ഒരു കൺഫ്യൂഷനായിരുന്നു. പക്ഷേ എങ്കിൽ അവർ എടുക്കേണ്ട ഭാഗം വരുമ്പോൾ ആ ട്രോളി തിരിയൊക്കെ ചെയ്യും കേട്ടോ. അതേ രീതിയിലാണ് ആ ട്രോളി പോകുന്നത്. ഇത് കണ്ടില്ലേ, ഇത് കിസ്സസിൻ്റെ ഭാഗമാണ്. അപ്പോൾ കിസ്സസാണ് ഇനിയിപ്പോൾ മൊത്തം കാണിക്കണേ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ ആ ചോക്ലേറ്റുകൾ ഇങ്ങനെ ഓടി ഓടി പോണതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. നമുക്കത് കണ്ടു കഴിഞ്ഞാൽ വാരി എടുക്കാൻ തോന്നും. അതുമാതിരിയാണ് ശരിക്കും ഒറിജിനൽ പോലെയാണ് കേട്ടോ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഫേക്ക് അല്ല, ഇത് ഡെമ്മിയാണോ അതോ ഒറിജിനലാണോ എന്ന് എനിക്ക് അത്രയ്ക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അതേ ഇതൊക്കെ കണ്ടില്ലേ, ഇത് കിസ്സസാണ് കേട്ടോ ഈ പോണത്. നല്ല രസമുണ്ടല്ലേ, നമുക്ക് കൈ എടുത്ത് അതങ്ങോട്ട് എടുക്കാൻ തോന്നിപ്പോവും. അപ്പോൾ പക്ഷേ അത് അത്രയ്ക്ക് ഭംഗിയിലാണ് അവർ ഇങ്ങനെ ആക്കി വെച്ചേക്കണേ കേട്ടോ.
അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഈ ഭാഗത്ത് വരുമ്പോഴത്തേനും നമ്മുടെ ഒരു ഫോട്ടോ അവർ എടുക്കൂട്ടോ. അതാണ് അവിടെ സ്മൈലിന്ന് എഴുതി വെച്ചേക്കണത് കണ്ട. അപ്പോൾ നമ്മളെ ഫോട്ടോ അവരവിടെ അങ്ങനെ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ദേ നമ്മുടെ റൈഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഗുഹയിലൂടെ നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ അതേ കടന്ന് നമ്മളിപ്പോൾ പുറത്തേക്ക് കിടക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ. അരമണിക്കൂറുള്ളൂ ഈ റൈഡ്. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ശരിക്കും എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറണം, ഈ റൈഡ് ആസ്വദിക്കണം കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ദേ നമ്മൾ ആ ആദ്യം കയറിയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ കയറിയത്. അവിടെ തന്നെ വന്ന് ഇറങ്ങുകയും ചെയ്ത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കിടക്കുമ്പോൾ തന്നെ നമ്മുടെ ഫോട്ടോസ് അവരവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാം കേട്ടോ. പക്ഷേ ഞങ്ങളുടെ ഫോട്ടോസ് കണ്ടിട്ട് എനിക്ക് പോലും മനസ്സിലാവണുണ്ടായിരുന്നില്ല ഇതിലേതാ ഞാനെന്ന്. അതുമാതിരത്തെ ഇരുണ്ട രൂപത്തിലാണ് അവർ ആ ഫോട്ടോ എടുത്ത് വെച്ചേക്കണത്. പക്ഷേ നല്ല പൈസയായിരുന്നു കേട്ടോ അതിന്. അതുകൊണ്ട് ഞങ്ങളത് പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളെന്നല്ല കേട്ടോ, അവിടെ ആരും അങ്ങനെ വാങ്ങിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ആ ഫോട്ടോ അത്ര വലിയ ക്ലിയർ ആയിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ. എല്ലാം ഒരു ഇരുളിച്ച പോലെയായിരുന്നു. അതിന് ശേഷം നമ്മൾ പുറത്തേക്ക് കിടക്കാൻ നേരത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും അവർ ഓരോ ചോക്ലേറ്റ് തന്നിട്ടുണ്ടായിരുന്നേ. അത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ട ഹെർഷീസ് ചോക്ലേറ്റ് കണ്ട. ഇതാണ് ഇവിടുത്തെ ചോക്ലേറ്റ്. അങ്ങനെ പിന്നെ ഞങ്ങളതൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നല്ല ടേസ്റ്റ് ആയിരുന്നേ, നല്ല രസമുണ്ടായിരുന്നു. എന്താ പറയാതിരിക്കാൻ പറ്റാത്ത, എനിക്ക് എത്രക്ക് വർണ്ണിക്കണമെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ എന്താ പറയുക, ഒരുപാട് ലേറ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെ ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് പറയാനായിട്ട് കാര്യം കുറേ ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നമ്മുടെ കണ്ണും ഒക്കെ ഈ ചോക്ലേറ്റിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ പോണത്. ഈ ചോക്ലേറ്റിൻ്റെ ഇതൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചേക്കണ കണ്ടിട്ടേ നമുക്ക് കണ്ടെടുക്കാനേ തോന്നണില്ല. ഇതൊക്കെ വാങ്ങിക്കണോ, പക്ഷെ ഒരുപാട് ആളുകൾ അതിങ്ങനെ വാങ്ങിക്കണുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അകത്ത് ഇത് കണ്ടില്ലേ, ഇതുപോലെ കുഞ്ഞു ഗാർഡനൊക്കെ അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഭാഗത്തൊക്കെ നമുക്ക് ഇരിക്കാം കേട്ടോ വേണമെങ്കിൽ. അതുമാതിരി അവരിങ്ങനെ ഓരോന്നൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മളങ്ങനെ ഫുഡ് കോർട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഒരു വലിയ ഫുഡ് കോർട്ട് തന്നെയാണ് കേട്ടോ അവിടെ ഉള്ളത്. പക്ഷേ എങ്കിലും എല്ലാം ഈ ബർഗർ, പിസ്സ അതൊക്കെ ഉള്ളൂ കേട്ടോ. വേറെ അങ്ങനത്തെ ഫുഡുകളൊന്നുമില്ല. പിന്നെ ഫുള്ള് വെജിറ്റേറിയൻസ് ആണ് ഇവിടുത്തെ ഫുഡുകൾ. വേറെ ഉണ്ടോയെന്ന് അറിയില്ല നോൺ വെജ്. പക്ഷേ നമ്മൾ ചോദിച്ചോടത്തൊക്കെ വെജ് തന്നെയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ തീർന്നു പോയതാണോ എന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഫുള്ളൊന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചു, എന്നിട്ട് ഫുഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ചോക്ലേറ്റുകളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ സൂപ്പർ മാർക്കറ്റ് പോലെയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റുകൾ നമുക്ക് എടുത്തിട്ട് നമുക്ക് ബില്ലിംഗ് സെക്ഷൻ ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് കട അങ്ങനെയല്ല, ഇത് മൊത്തത്തിൽ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് എടുക്കുക. ലാസ്റ്റ് ഇറങ്ങണോടത്താണ് ഇതിൻ്റെ ആ ബില്ലിംഗ് സെക്ഷൻ ഉള്ളത്. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതേ നമ്മളങ്ങനെ ഈ ഫുഡ് കോർട്ട് ഇങ്ങനെ ചുറ്റി കറങ്ങും കേട്ടോ. ഒരുപാട് വലിപ്പമുണ്ട്. പക്ഷേ എല്ലായിടത്തും ഈ പിസ്സയും ബർഗറും തന്നെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ ഓരോരോ ഈ ഷേക്ക് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല രസമുണ്ട് ഇങ്ങനെ കാണാനായിട്ട്. ഇങ്ങനെ നമുക്ക് പല ടേസ്റ്റിലായിട്ട് ഇങ്ങനെ പല രൂപത്തിലായിട്ട് ഇങ്ങനെ അവരിങ്ങനെ ചില്ലുകൂട്ടിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലോ. അത് കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ വാങ്ങിച്ചു പോകും. പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നും കേട്ടോ. അങ്ങനെ നമ്മളങ്ങനെ ലാസ്റ്റ് പിസ്സ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നേക്കാണ്. കാരണം എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വേഗം തന്നെ നമുക്കിനി ബസ് റൈഡിന് പോകാനുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു പിസ്സയാണ്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, വെജ് പിസ്സയാണ്. അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങി. അപ്പോൾ അവർ പാർസൽ പോലെയാണ്ടോ അവർ തന്നത്. വേണമെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കാം, അല്ലെങ്കിൽ കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ നമ്മൾ വേഗം തന്നെ അതൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത റൈഡിന് പോകണ്ടേ, അതുകൊണ്ടാട്ടോ. അപ്പോൾ ഈ ഹെർഷീസിലെ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല കേട്ടോ, ഇനിയും ഒരുപാടുണ്ട്. അപ്പോൾ ആ കാഴ്ചകളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. എല്ലാവരും കാത്തിരിക്കുക. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.